എനിക്ക് നിന്റെ കാട് വളരെ ഇഷ്ടമായി. ഇവിടെയുള്ള ഭക്ഷണവും വളരെ മികച്ചതായിരുന്നു. കിങ് ഷേർ, ഈ തേനീച്ച ഏതാ? നമ്മളിവിടെ ഒന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ ഇരുന്ന് സംസാരിച്ചപ്പോഴെല്ലാം ഈ തേനീച്ച നമ്മുടെ പുറകെ ഉണ്ടായിരുന്നല്ലോ. ഇനിയെങ്ങാനും വല്ല ചാരനുമാണോ? സുന്ദർവൻ കാട്ടിൽ ഏതോ അതിഥിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നല്ല രീതിയിൽ നടക്കുകയായിരുന്നു. കാട്ടിലെ മരങ്ങളില് ജഗ്ഗു കുരങ്ങൻ നല്ല മിന്നിത്തിളങ്ങുന്ന ബൾബിടുകയായിരുന്നു. ആ വഴി പോയ ഭീമ ആന ജഗ്ഗു കുരങ്ങനെ നോക്കുകയായിരുന്നു. വെളിച്ചമെല്ലാം ശരിയായി വെക്കൂ. ഭീമ മാമ, ഇതിലപ്പുറം നന്നായിട്ടൊന്നും വെക്കാൻ എനിക്കറിഞ്ഞൂടാ. എപ്പോഴെപ്പോഴും പറഞ്ഞ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കാമോന്ന്. നിനക്കറിയാമോ നമ്മുടെ കാട്ടിലെ രാജാവായ ഷേർസിംഗ് ഇക്കാര്യത്തിൽ എത്ര കർക്കശക്കാരനാണെന്ന്? ജഗ്ഗു ദേഷ്യത്തോടെ പറഞ്ഞു. അവനെ കണ്ടാലേ രാജാവൻ തോന്നൂല, സിനിമയിലെ ലാലേട്ടനാന്ന് തോന്നുന്നത്. എല്ലാ കാര്യത്തിലും മിസ്റ്റർ പെർഫെക്റ്റ് ആണെന്നാ വിചാരം. എന്നാ ശരി, ഞാൻ മറ്റു സ്ഥലങ്ങൾ പരിശോധിച്ച് മടങ്ങി വരാം. ഇത്രയും പറഞ്ഞ് ഭീമ ആന അവിടുന്ന് നേരെ ചീക്കു മുയലും ബില്ലു മുയലിന്റെ റെസ്റ്റോറന്റിൽ വന്നെത്തി. ചീക്കു, ഖർഗോഷ്, എല്ലാം തയ്യാറാക്കി വെച്ചിട്ടില്ലേ? അതെ ചാച്ചാ, എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം ഓർമ്മ വേണം, കാട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള ചുമതല ഷേർസിംഗ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം നന്നായി ചെയ്യണം. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല ഭീമുത്തശ്ശ, ഇങ്ങോട്ടേക്ക് ഏത് അതിഥിയാണ് വരുന്നത്? അല്ല, കാട്ടിലെ രാജാവ് എല്ലാ മൃഗങ്ങളെയും കൊന്നൊടുക്കുന്നുണ്ടല്ലോ. എടോ, ഒന്ന് പതുക്കെ പറയൂ. ഇനി അബദ്ധത്തിലെങ്ങാനും നിന്റെ വാക്കുകൾ രാജാവിന്റെ ചെവിയിൽ എത്തിയാ പിന്നെ രാജാവ് നിന്നെ വെറുതെ വിടില്ല. ഞാൻ ഉദ്ദേശിച്ചത് അതിഥി ആരാ വരുന്നതെന്നാ. അത് ഷേർസിംഗിന്റെ ബാല്യ സുഹൃത്താ. ഇപ്പൊ ദുബൈയിലെ കാട്ടിലെ രാജാവാ. അദ്ദേഹമാ വരുന്നത്. അപ്പോഴേക്കും സുന്ദരിയായ ഒരു കിളി ആ വഴി പറന്നു വന്നു. കാട്ടിലെ മഹാരാജാവായ സിംഹം നിങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ട്. ഭീമ ആന നേരെ സിംഹത്തിന്റെ അടുത്തേക്ക് വന്നു. എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയോ ഭീമ? ഭീമ തല താഴ്ത്തി പറഞ്ഞു. അതേ രാജൻ, എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്നോർത്തോ ഭീമ, കാടിന്റെ അലങ്കാരത്തിന്റെയും ഭക്ഷണത്തിന്റെയും ചുമതല ഞാൻ നിനക്കാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. അപ്പോഴേക്കും സിംഹത്തിന്റെ കൂട്ടുകാരൻ ദുബായ് സിംഹം അവിടെ എത്തി. ഹോയ് ഹോയ്, നീ വല്ലാതെ ദുർബലനായിരിക്കുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല എന്റെ സുഹൃത്തെ. സത്യത്തിൽ എനിക്കിപ്പോ പ്രായമായി. അതുകൊണ്ടല്ലേ ഞാൻ ശരീരമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വിചാരിച്ചത്. നിന്നെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാത്തിനും ഉപരി നീ എന്റെ ബാല്യകാല സുഹൃത്തല്ലേ? സിംഹം അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു. വളരെ കാലമായി ഞാൻ നിന്നെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. വരൂ, നമുക്ക് എന്റെ കാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത്രയും പറഞ്ഞ് സിംഹം കൂട്ടുകാരനെയും കൊണ്ട് അവിടന്ന് പോയി. അങ്ങനെ വൈകുന്നേരം വരെ കാടൊക്കെ ചുറ്റിക്കാണിച്ച് ആഹാരമൊക്കെ കൊടുത്ത് എന്നിട്ട് ക്ഷീണിച്ചൊരു മരത്തിന്റെ അടിയിൽ വിശ്രമിക്കാനായി വന്നപ്പോ ദുബായ് സിംഹം അവനോട് പറഞ്ഞു. എനിക്ക് നിന്റെ കാട് വളരെ ഇഷ്ടമായി. ഇവിടെയുള്ള ഭക്ഷണവും വളരെ മികച്ചതായിരുന്നു. അപ്പോഴേക്കും ഒരു തേനീച്ച ദുബായ് സിംഹത്തിന്റെ ചെവിയിൽ വന്ന് മൂളിപ്പാട്ട് പാടാൻ തുടങ്ങി. കിങ് ഷേർ, ഈ തേനീച്ച ഏതാ? നമ്മളിവിടെ ഒന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ ഇരുന്ന് സംസാരിച്ചപ്പോഴെല്ലാം ഈ തേനീച്ച നമ്മുടെ പുറകെ ഉണ്ടായിരുന്നല്ലോ. ഇനിയെങ്ങാനും വല്ല ചാരനുമാണോ? ഞാൻ ഉത്തരവിട്ടിരുന്നതല്ലേ, ഒരു തേനീച്ചയും അവരുടെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന്. എന്നിട്ടും പുറത്തു കിടക്കാൻ നിനക്ക് എങ്ങനെ ഇത്ര ധൈര്യം വന്നു? തേനീച്ചയ്ക്ക് ദേഷ്യം വന്ന് സിംഹത്തിന്റെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ ഏത് മരത്തിന്റെ അടിയിലാണോ ഇരിക്കുന്നത്, ആ മരത്തിന്റെ അവിടെയാണ് എന്റെ വീട്. നിങ്ങൾ കാട്ടിലെ രാജാവായിരിക്കും, പക്ഷെ ഞങ്ങളുടെ അല്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ രാജാവല്ല, റാണിയാണുള്ളത്. ഞാൻ എന്റെ റാണി പറയുന്നതേ കേൾക്കാറുള്ളൂ. തേനീച്ച പറഞ്ഞ കാര്യം കേട്ട് സിംഹത്തിന് ദേഷ്യം വന്നു. സ്വന്തം സൈനികനെ നോക്കി പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ, ആ തേനീച്ച കൂട് ഈ മരത്തിന്റെ മുകളിലാണ്. അടിച്ചു തകർക്കി ഈ തേനീച്ചയുടെ കൂട്. രാജാവ് പറഞ്ഞത് കേട്ട് സൈനികന്മാര് തേനീച്ചയുടെ കൂട് പൊട്ടിച്ചു. രാജ സ്വന്തം കൂട്ടുകാരന്റെ കൂടെ അവിടുന്ന് പുറപ്പെട്ടു. പക്ഷെ സിംഹത്തിന് അറിയില്ലായിരുന്നു അത് മാന്ത്രികമുള്ള ഒരു കൂടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ആ തേനീച്ച കൂട് നേരെ വീണ്ടും അവിടെ പോയിരുന്നു. അങ്ങനെ ആ തേനീച്ച സ്വന്തം തേനീച്ച കൂടിലേക്ക് കേറി. അവിടെ ചെന്നപ്പോ റാണി പറഞ്ഞു, നമ്മുടെ കൂട് പൊട്ടിക്കാൻ ആർക്കാണ് ഇത്ര ധൈര്യം?
ഈ കാട്ടിലെ രാജാവ് സിംഹത്തിന്. പക്ഷെ എന്തിന്? തേനീച്ച മുഴുവനും അവിടെ നടന്ന കാര്യങ്ങൾ പറയും. തേനീച്ച പറഞ്ഞ കാര്യം കേട്ട് റാണിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഓഹോ, അപ്പൊ ഇതാണല്ലേ കാര്യം. എന്റെ മായാജാലത്തിനെ കുറിച്ച് അവർക്ക് അത്ര വിവരമില്ലെന്ന് തോന്നുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് തേനീച്ചകളുടെ റാണി സ്വന്തം കണ്ണടച്ചു. എന്നിട്ട് മന്ത്രം വായിച്ചു. കണ്ടിരിക്കവേ അവരുടെ തേനീച്ചക്കൂട് ഭയങ്കര വിശാലമായ ഒരു സുന്ദരമായ കാടായി മാറി. ഇത് കൊള്ളാലോ, നമ്മുടെ തേനീച്ചക്കൂട് ഒരു സുന്ദരമായ കാടായല്ലോ. ഇനി ഈ കാട്ടിലായിരിക്കും ബാക്കി മൃഗങ്ങളൊക്കെ താമസിക്കാൻ പോകുന്നത്. ആ സിംഹത്തിന്റെ കൂട്ടുകാരൻ ഇവിടെ ജയിലിൽ കിടക്കും. പക്ഷെ അവിടുത്തെ മൃഗങ്ങളൊക്കെ നമ്മുടെ ഈ കാട്ടിൽ എങ്ങനെയാ വരുന്നത്? അവര് തന്നെ വന്നോളും. അങ്ങനെ പതുക്കെ സിംഹത്തിന്റെ കാട്ടിലെ മൃഗങ്ങൾ അപ്രത്യക്ഷരായി. അപ്രത്യക്ഷമായ മൃഗങ്ങൾ നേരെ എത്തുന്നത് തേനീച്ചക്കൂടിന്റെ സുന്ദരമായ കാട്ടിലാണ്. ഭീമ ആന ഈ കാട്ടിൽ വന്നപ്പോഴേക്കും ജഗ്ഗു കൊരങ്ങനോട് പറഞ്ഞു, ഇതെന്ത് അത്ഭുതമാണ് ജഗ്ഗു, നമ്മൾ എങ്ങനെ ഈ കാട്ടിലെത്തി? ഈ കാട് വളരെ മനോഹരമാണ്. ഭീമമാമ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. നമ്മള് മാത്രമല്ല, ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളും തന്നെ ഈ കാട്ടിൽ വന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും നോട്ടം കണ്ടിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക്? അപ്പോഴേക്ക് തേനീച്ചകളുടെ റാണി അവിടെ എത്തിയിട്ട് അവരോട് പറയും, ഇനി മുതൽ നിങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ ഒരു രാജാവ് സിംഹവും ഉണ്ടാവില്ല. അല്ല, കാട്ടിലെ രാജാവ് സിംഹം അല്ലെങ്കിൽ പിന്നെ ആരാണ്? ഈ തേനീച്ചക്കൂടിന്റെ ഈ കാട്ടിലെ റാണി ഞാനാണ്. ഇനി മുതൽ ഞാൻ പറയുന്നതാണ് നിങ്ങൾ ഇനി കേൾക്കേണ്ടത്. ഇവിടെ ദുബായ് സിംഹം സ്വന്തം കൂട്ടുകാരൻ സിംഹത്തിനോട് സംസാരിക്കുകയായിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമായി പോകും. അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ സുഹൃത്ത് എവിടെ പോയി? സിംഹം അവന്റെ കൂട്ടുകാരനെ തപ്പി കാട് മുഴുവൻ ചുറ്റി നടന്നു. അവൻ നോക്കുമ്പോ കാടിന്റെ അകത്ത് ഒരു മൃഗം പോലും ഇല്ല. നടന്ന് ക്ഷീണിച്ച് തളർന്ന് സിംഹം ഒരു മരത്തിന്റെ അടിയില് അങ്ങനെ ഇരുന്ന് പറഞ്ഞു, അല്ല, എന്റെ കാട്ടിലെ മൃഗങ്ങളെല്ലാം എവിടെ പോയി? എന്റെ സുഹൃത്തും പെട്ടെന്ന് അപ്രത്യക്ഷനായി. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോഴേക്കും അതേ തേനീച്ച സിംഹത്തിന്റെ അടുത്ത് വന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു, ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? അവൻ മരത്തിന്റെ മുകളിലേക്ക് നോക്കിയപ്പോ അവൻ പൊട്ടിച്ചു കളഞ്ഞിരുന്ന ആ തേനീച്ച കൂട് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഈ കൂടിന്റെ പട്ടാളക്കാർ തകർത്തു കളഞ്ഞതാണല്ലോ. പിന്നെ ഇതെങ്ങനെ വീണ്ടും സംഭവിച്ചു? നിനക്ക് ഞങ്ങളെ അറിഞ്ഞുകൂടാ. ഞങ്ങൾ എല്ലാവരും ജാലവിദ്യ അറിയുന്ന തേനീച്ചകളാ. മനസ്സിലായി. ഇതിന്റെ എല്ലാം അർത്ഥം എന്റെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും കൂടാതെ എന്റെ സുഹൃത്തും അപ്രത്യക്ഷനായത് നീ കാരണമാണ്. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ മൃഗങ്ങളെയും എന്റെ സുഹൃത്തിനെയും തിരിച്ചു കൊണ്ടുവരൂ. അത് സംഭവമല്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ റാണിയോട് വേണേ സംസാരിക്കേ. എന്നാ ആയിക്കൊള്ളട്ടെ, എന്നെ നിങ്ങളുടെ രാജ്ഞിയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ. പെട്ടെന്ന് സിംഹം അവിടെ നിന്ന് അപ്രത്യക്ഷനായി. എന്നിട്ട് അവൻ നേരെ എത്തിയത് ആ സുന്ദരമായ കാട്ടിലായിരുന്നു. കാട്ടിലെ രാജാവേ, നിനക്ക് സുഖമാണോ? അപ്പോഴേക്കും സിംഹത്തിന്റെ ചെവിയിൽ കൂട്ടുകാരന്റെ ശബ്ദം കേൾക്കാനിടയായി. അവൻ കൂട്ടിലായിരുന്നു. ഹോയ് ഹോയ്, ഞാനിവിടെ പെട്ടിരിക്കുക. നീ വന്ന് എന്നെ രക്ഷിക്കുമെന്ന് അറിയാമായിരുന്നു. സിംഹം തേനീച്ചകളുടെ റാണിയോട് പറഞ്ഞു, ഞാനും എന്റെ സുഹൃത്തും തെറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഈ കാട് ഉപേക്ഷിച്ചു പോകാൻ തയ്യാറാണ്. ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും ക്ഷമ ചോദിക്കുന്നു. ശരി, നീ രാജാവായിട്ടല്ലേ എന്നോട് മാപ്പ് ചോദിച്ചേ. ഞാൻ നിരാശപ്പെടുത്തുന്നില്ല നിന്നെ. പക്ഷെ നിന്റെ സ്വന്തം ശക്തികൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കരുത്. പിന്നെ ആരെയും താഴ്ത്തി കാണരുത്. ഇത്രയും പറഞ്ഞ് റാണി സ്വന്തം കണ്ണടച്ചു. അങ്ങനെ എല്ലാ മൃഗങ്ങളും തിരിച്ചവരുടെ കാട്ടിലേക്ക് വരികയും ചെയ്തു. બાજ ભાઈ છોડી દો મને. તો શું દિવાળીની ઓફર છે કે તને છોડી દઉં? ચકલીની જિંદગી પણ કેટલી મુશ્કેલ છે. હવે ખબર પડી. કદાચ હું એક સિંહ હોત તો કેટલું સારું હતું. એક જંગલમાં એક બારશિંગુ હરણ રહેતું હતું, જે હંમેશા કોઈને કોઈ વાતને લઈને પોતાની કિસ્મતને કોસતું રહેતું હતું. એક દિવસ તે જંગલમાં ખાવાનું શોધતું હતું અને તેના શિંગડા ગાઢ ઝાડીઓમાં ફસાઈ ગયા. અરે યાર, હવે મારા શિંગડાઓને કેવી રીતે નીકાળું? મારું તો માથું ફરી રહ્યું છે. તે કલાકો સુધી ઝાડીઓમાં આ રીતે ફસાઈ રહ્યો અને
પોતાને કોસતો રહ્યો. હે ભગવાન, કમ સે કમ કોઈને તો મદદ માટે મોકલી દે. એટલામાં એક કાચબો ધીમે ચાલતો ચાલતો તેની પાસે આવ્યો. અરે હરણભાઈ, તમે તો ખરાબ રીતે ઝાડીઓમાં ફસાયા છો. મારી ફૂટી કિસ્મત કે મદદ માટે આ કાચબો આવ્યો, જે કશું નહીં કરી શકે. આ વાત સાંભળી કાચબાએ આકાશ તરફ જોયું અને અચાનક જોરથી પવન ફૂંકાવા લાગ્યો અને ઝાડીઓ હલવાથી હરણના શિંગડા નીકળી ગયા. સારું થયું કે હું મારી જાતને નીકાળવામાં સફળ રહ્યો, નહીં તો મને લાગ્યું હતું કે ઘણા દિવસો સુધી આમ જ ફસાઈ રહેત અને એક દિવસ અહીંયા જ મરી જાત. ચલો, હવે તમે ભગવાનનો આભાર માનો અને ઘરે જતા રહો. શું કહ્યું? ભગવાનનો આભાર માનું? કે જેણે મને આવા આડાઅવળા શિંગડા આપ્યા, જેના કારણે હું વારંવાર મુસીબતમાં ફસાઈ જઉં છું. જ્યારે પણ મારા જેવા હરણ જોડે લડું છું ને, ત્યારે આ જ શિંગડા તેના શિંગડામાં ફસાઈ જાય છે. મને તો તે ભગવાન ઉપર ગુસ્સો આવે છે કે જેણે મને આવો બનાવ્યો. અચ્છા, તો તમે કહો, તમારી ઈચ્છા પ્રમાણે તમારે શું બનવું હતું? એક સુંદર ચકલી, હલકું વજન ઉડવા માટે પાંખો અને ખાવાનું પણ સરળતાથી મળી જાય છે. અને ચકલીની પાંખો આવી રીતે ઝાડીઓમાં ફસાતી નથી. સારું, તમારી આ ઈચ્છા જલ્દી જ પૂરી થશે. આમ કહીને તે કાચબો ધીમી ચાલ ચાલતો ત્યાંથી જતો રહ્યો. જતા જતા સારો મજાક કરી ગયો. ચલો, હવે હું પણ મારી ગુફામાં જઈને સૂઈ જાઉં. માથું ઘણું દુખાય છે. આમ કહીને તે પોતાની ગુફામાં જતો રહ્યો. ત્યાં જ અચાનક તેણે જોયું કે ગુફામાં અંધારું છવાઈ ગયું અને તેને બહાર જવાનો રસ્તો પણ નહોતો મળી રહ્યો. અરે, આ અંધારું કેવી રીતે થયું? કોઈ બચાવ! ધીરે ધીરે તેનો શ્વાસ રૂંધાવા લાગ્યો અને તે બેભાન થઈ ગયો. ઘણા સમય પછી જ્યારે તેની આંખ ખુલી ત્યારે તેણે જોયું કે સવાર પડી છે અને તે કોઈ ઝાડની ડાળી પર બેઠું છે. અરે યાર, હું આટલા ઊંચા ઝાડ પર કેવી રીતે આવ્યો? આમ કહીને તેણે ધ્યાન આપ્યું તો તેનામાં ઘણા બધા બદલાવ આવ્યા હતા. આ શું? મારો અવાજ આટલો મીઠો અને પાંખો! અરે વાહ, એટલે હું ચકલી બની ગયો. આમ કહીને તે ઝાડની ડાળી પરથી આકાશમાં ઉડવા લાગ્યું. અરે વાહ, તાજી હવા, હલકું વજન, કેટલું સારું લાગે છે. તે આમ જ ઘણો સમય ઉડતું રહ્યું. પછી તેને તરસ લાગી. અરે યાર, આટલી જલ્દી તરસ તો ક્યારેય મને નથી લાગતી. તેણે તળાવે જઈને પાણી પીધું અને આગળ વધ્યું. થોડી વાર ઉડ્યા પછી તેને પાછી તરસ અને ભૂખ લાગવા લાગી. હવે તો તરસની સાથે ભૂખ પણ લાગી છે અને મારી ચાંચ પણ નાની છે. કદાચ એટલે જ વારંવાર તરસ લાગે છે. તેમ છતાં પણ મારે તો ઉડવું જ પડશે. ચાલીને પાણી અને ખાવાનો તો નાશો થાય ને. આમ કહીને તે હવામાં ઘણું ઉપર ઉડવા લાગ્યું. ત્યાં જ તેને પાછળથી કોઈ બાજનો અવાજ આવવા લાગ્યો. ચીક ચીક ચીક. તેણે પાછળ વળીને જોયું. અરે, આ બાજુ તો મારી તરફ આવે છે. આ કેટલી સુંદર ચકલી છે. તું તો મારો જ કોળિયો બનીશ. અરે બાપ રે! તેણે ઝડપથી પાંખો ફફડાવી અને પૂરી તાકાતથી ઉડ્યું. પણ બાજની ઝડપ તેનાથી વધારે હતી. બાજે તરત તેને પોતાના પંજામાં પકડી લીધું. બાજ ભાઈ, છોડી દો મને. તું શું દિવાળીની ઓફર છે કે તને છોડી દઉં? ચકલીની જિંદગી પણ કેટલી મુશ્કેલ છે. હવે ખબર પડી. કદાચ હું એક સિંહ હોત તો કેટલું સારું હતું. ત્યાં જ તેને લાગ્યું કે તેનું વજન વધારે થઈ રહ્યું છે. અરે, તું આટલી ભારે કેમ થઈ રહી છે? બાજ તેનું વજન સંભાળી ન શક્યો અને ચકલી તેની પકડમાંથી છૂટી ગઈ. પણ હવે તેની પાંખો ગાયબ થઈ ચૂકી હતી. અરે, મારી પાંખો ક્યાં ગઈ? હું તો હવે નીચે પડીને મરી જઈશ. તેણે બૂમ પાડતા તેની આંખો બંધ કરી દીધી. તેને લાગવા લાગ્યું કે તેનો અંતિમ સમય આવી ગયો. ત્યાં જ તેને લાગ્યું કે તે નરમ મોટી ઘાસની ઉપર છે. તેણે આંખો ખોલી તો તેને લાગ્યું કે તે હવે સિંહ છે.
અને નરમ ઘાસ પર એકદમ સહી સલામત ઊભો છે. અરે વાહ, હવે હું તો સિંહ છું. જોઉં છું હવે કોણ મારી સાથે બાથવાની હિંમત કરે છે. તેણે જોરથી ત્રાડ પાડી. આ સાંભળી કોઈ પણ જાનવર તેની સામે ન આવ્યું. લાગે છે મારી ત્રાડ સાંભળીને બધા જાનવરો ડરી ગયા. હવે થયો હું તાકાતવર જાનવર. સિંહ રાજા, હવે સમય આવી ગયો છે કે તમે તમારી તાકાતનો ઉપયોગ કરો. આ સાંભળીને તેણે પાછળ જોયું તો જંગલના બધા જાનવર, વાંદરો, વરુ, હરણ, હાથી અને બીજા ઘણા બધા પશુ પક્ષીઓ આવેલા હતા. સિંહ રાજાની જય હો. તમે આમ બધા ભેગા થઈને મારી પાસે, શું તમે મારા માટે શિકાર લાવ્યા છો? મહારાજ, હવે તમારા ખાવાની વ્યવસ્થા ત્યારે થશે જ્યારે આ જંગલ સુરક્ષિત હશે. શું થયું જંગલને? જંગલને તમારી જરૂર છે મહારાજ. આપણું આખું જંગલ ગુલામ થવાનું છે. આ તું શું કહે છે? હા મહારાજ, પડોશના જંગલના શેરખાને તમારી ઉપર હુમલો કરવાનું નક્કી કર્યું છે. તેઓ હવે આ બાજુ જ આવી રહ્યા છે. તો તમે અહીં કેમ આવ્યા છો? જાઓ, જઈને જંગલની રક્ષા કરો. અમે એટલા માટે આવ્યા, તમે જંગલના રાજા છો. મુસીબત આવવાથી જંગલનો રાજા જ જંગલની રક્ષા કરે છે. આ સાંભળીને તે મનમાં ને મનમાં વિચારવા લાગ્યો કે સિંહ થવું પણ ખૂબ જ મુશ્કેલીનું કામ છે. સારું, હું લડીશ અને મારા જંગલની રક્ષા કરીશ. ત્યાં જ તેણે જોયું તો 3 સિંહો ઝડપથી દોડતા દોડતા તેની સામે આવ્યા. અરે, આ શું 3 સિંહ? હા મહારાજ, તમારે આ ત્રણેય સિંહોને હરાવવાના છે. આ ત્રણે મળીને તમને મારવા ઈચ્છે છે અને આ જંગલ ઉપર રાજ કરવા ઈચ્છે છે. અરે બાપરે, 3 સિંહો સાથે હું એકલો કેવી રીતે લડીશ? જંગલના બધા જાનવર એક તરફ થઈ ગયા અને સિંહે ચીસ પાડતા પોતાની આંખો બંધ કરી. આહ, કદાચ હું પાછું હરણ બની જાઉં તો સારું થાય. બીજા જાનવરોની જિંદગી તો મારા કરતા પણ મુશ્કેલ છે. તે 3 સિંહો તેની ઉપર હુમલો કરવાના જ હતા. ત્યાં બધું શાંત થઈ ગયું. તેણે ડરતા પોતાની આંખો ખોલી તો જોયું તો પાછો બારાશિંગુ હરણ બની ગયું હતું. હે ભગવાન, તને લાખ લાખ નમન કે જેણે મને ફરીથી બારાશિંગુ હરણ બનાવ્યું. અને તું તારા શિંગડા વિશે કહેતો હતો, તેનું શું? અરે, હું એક હરણ થઈને બીજા હરણ સાથે લડું તો તેમાં મારી જ ભૂલ છે ને. અને મારે ગાઢ ઝાડીઓમાં પણ ન જવું જોઈએ. આજથી હું આ નિયમ રાખીશ અને મારું જીવન સુંદર રીતે જીવીશ. આ થઈને વાત. આમ કહીને તે કાચબો ગાયબ થઈ ગયો. શિંગડાવાળું હરણ પણ સમજી ગયું કે તે કાચબો તેને ભગવાને જ મોકલ્યો હતો, તેને પાઠ ભણાવવા માટે. તે ખુશ થયો અને મસ્તીમાં આવીને ઝડપથી દોડવા લાગ્યું.